വ്യാജരേഖ ചമച്ച് കേരളത്തിൽ ബംഗ്ലാദേശികൾ വ്യാപകമായി ഭൂമി വാങ്ങിക്കൂട്ടിയതായി സംശയം. വ്യാജരേഖകൾ ചമച്ച് എടവനക്കാട് സ്വന്തം പേരിൽ ഭൂമി വാങ്ങി താമസിച്ച ബംഗ്ലാദേശ് ദമ്പതികൾ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ പിടിയിലായിരുന്നു. അനധികൃതമായി ഇന്ത്യയിൽ കടന്നുകയറിയിട്ടുള്ള നിരവധി ബംഗ്ലാദേശികൾ വ്യാജരേഖകളിൽ ഭൂമിയും വാങ്ങിയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. വ്യാജരേഖകൾ ചമച്ച് എടവനക്കാട് ഭാഗത്ത് സ്വന്തം പേരിൽ സ്ഥലം വാങ്ങി താമസിച്ചു വന്ന ബംഗ്ലാദേശി ദമ്പതിമാരായ ദശരഥ് ബാനർജി, ഭാര്യ മാരി ബീബി എന്നിവരായിരുന്നു പിടിയിലായിരുന്നത്. ഇന്ത്യയിൽ കടന്നുകയറി പശ്ചിമബംഗാളിൽ നിന്ന് വ്യാജ ആധാർ കാർഡ്, ജനന സർട്ടിഫിക്കറ്റ് എന്നിവ സംഘടിപ്പിച്ചായിരുന്നു കേരളത്തിലെത്തിയത്. പിന്നീട് ഇവിടെ നിന്ന് ആധാർ കാർഡ്, ഗ്യാസ് കണക്ഷൻ, തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ്, പാൻ കാർഡ് എന്നിവ സ്വന്തമാക്കി ഈ രേഖകൾ ഉപയോഗിച്ച് വടക്കേമേത്ര ഭാഗത്ത് സ്ഥലം വാങ്ങിയിരുന്നു. കേരളത്തിൽ നിന്നുള്ള ഡ്രൈവിംഗ് ലൈസൻസും ഇവരിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. ഇതേ രീതിയിൽ വ്യാജരേഖകൾ ചമച്ച് ഭൂമി സ്വന്തമാക്കിയ ബംഗ്ലാദേശികൾ നിരവധിയുണ്ടെന്നാണ് സംശയം. തിരിച്ചറിയൽ രേഖകളിൽ പശ്ചിമബംഗാൾ, ഒറീസ സംസ്ഥാനങ്ങൾ എന്നെല്ലാമാണ് വിലാസങ്ങളായി ഉൾപ്പെടുത്താറുള്ളത്. ഇതുകൊണ്ട് തന്നെ ഭൂമി രജിസ്റ്റർ ചെയ്യുമ്പോൾ പെട്ടെന്ന് സംശയങ്ങളൊന്നും തോന്നില്ല. 40ഓളം ബംഗ്ലാദേശികൾ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ എറണാകുളത്ത് നിന്ന് മാത്രം പിടിയിലായിട്ടുണ്ട്. ഇത്തരത്തിൽ പിടിയിലായവരോ ഇനിയും ഒളിച്ചു കഴിയുന്നവരോ ഭൂമി വാങ്ങിക്കൂട്ടാനുള്ള സാധ്യതയുമുണ്ട്. ഇങ്ങനെ കൂടുതൽ ബംഗ്ലാദേശികൾ രാജ്യത്ത് നുഴഞ്ഞുകയറി ഭൂമി സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊരു സുരക്ഷാ പ്രശ്നം കൂടിയാണ് ഉയർത്തുന്നത്. ജനം, കൊച്ചി.